ഇത് തലേ ദിവസം വെച്ചാൽ ഇന്നലത്തെ പറയുക ഒരു വീഡിയോ ആണ് കേട്ടോ. വിൻചേട്ടൻ ഓഫീസ് ക്ലോസ് ആക്കി വന്നപ്പം വിൻചേട്ടൻ്റെ ഒരു ഫ്രണ്ട് ലക്ഷ്മൺ കൊടുത്ത ഒരു ബോക്സാണ്, ഒരു കേക്കിൻ്റെ സ്ലൈസ് സീഡ്ലിങ്സ് എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ അതിൽ കാണിക്കുന്നുണ്ട് കേട്ടോ. എൻ്റെ പൊന്നോ, ഒരു കേക്കിൻ്റെ സ്ലൈസ് ആയിരുന്നു. ഇടയ്ക്ക് എപ്പോഴെങ്കിലുമൊക്കെ മധുരം കഴിക്കാമെന്ന് എൻ്റെ കൊച്ചിനോട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ആ ഒരു ഇതുകൊണ്ടാണ് ഞാനും കഴിച്ചത്. ഈശ്വരാ, ഒരൊറ്റ സ്ലൈസ് ഉണ്ടായിരുന്നല്ലോ ഞങ്ങൾ 4 പേരും കഴിച്ചത്. കണ്ണനും കൂടി ഉണ്ടായിരുന്നെങ്കിൽ പിന്നെ ഞങ്ങൾക്കൊന്നും കിട്ടില്ലായിരുന്നു കേട്ടോ. കാരണം അവന് പറഞ്ഞാൽ മനസ്സിലാവാനൊന്നും ആയിട്ടില്ല, നന്നായിട്ട് ഫുഡ് കഴിക്കുകയും ചെയ്യും. വിൻചേട്ടൻ്റെ എക്സ്പ്രഷൻ നോക്കി, എൻ്റെ പൊന്നോ ഹെവി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. മസ്റ്റായിട്ടും ട്രൈ ചെയ്യേണ്ട ഒരു സ്ഥലമാണ്. ഞാനിതിൻ്റെ പേര് ഇതിൽ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. അതായത് അവർ ആ ബോക്സിൻ്റെ ക്യാപ്പിൽ, അതിൻ്റെ എന്തായാലും പറയുക, ബോക്സിൻ്റെ മൂടിയുമിൽ അതിൽ എഴുതിയിട്ടുണ്ട്. അപ്പം അത് നോക്കിയിട്ടൊന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യുക കേട്ടോ. അടിപൊളി ടേസ്റ്റ് എന്ന് വെച്ചാൽ അടിപൊളി ടേസ്റ്റാണ്, ഒന്നും പറയാനില്ല കേട്ടോ. മമ്മി തന്ന ഗുഡ് മോർണിംഗ്. ഇന്നിപ്പം കർക്കിടകം 3, സമയം 7:30. എണീച്ചിട്ടേ ഇല്ല ഞാൻ. എല്ലാവരും ഉറക്കുകയാണ്. നമ്മളെ കുഞ്ഞിക്കണ്ണൻ എൻ്റെ AC ഓണായോ? കാണാൻ നല്ല ഹെവി പനി കേട്ടോ. രാത്രി ഫുള്ളായിട്ട് പനിയായിരുന്നു. അയ്യോ, എനിക്കാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഫുള്ള് പാൽ കുടിക്കാൻ എണീറ്റിട്ട് എനിക്ക് ഉറക്കമൊന്നും ശരിയായില്ല. പിന്നെ പനി ആയതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് എണീറ്റ് കരയും ഒക്കെ ആയിരുന്നു കേട്ടോ. അപ്പം പിന്നെ എണീറ്റ് രാവിലെ കുളിക്കൽ വിളക്ക് കൊളുത്തലൊന്നും നടക്കണ കാര്യമല്ല. പിന്നെ 9 മണിയുടെ ഉള്ളിൽ ചെയ്താൽ മതിയല്ലോ, പിന്നെ സ്കൂളൊന്നുമില്ല. അപ്പം ഞാൻ വിചാരിച്ചു മക്കൾ എണീച്ചിട്ട് ചെയ്യാതെ വെച്ചിട്ടിരിക്കുക കേട്ടോ. അമ്പലത്തിൽ പോക്കൊന്നും നടക്കില്ല, സൺഡേ ആണ്, മക്കളൊക്കെ ഉള്ള ദിവസമാണ്. അപ്പം ഇന്ന് ഫാമിലി ടൈം. അപ്പം ഇന്നിപ്പോൾ ഞാൻ എണീച്ചിട്ട് താഴെ പോയിട്ട് അച്ഛോ എൻ്റെ കുട്ടിയുടെ പനി ഉണ്ടെന്ന് നോക്കട്ടെ. പനിക്കുണ്ടോക്കട്ടെ. അയ്യോ, പനിയുണ്ട് കേട്ടോ. മരുന്ന് കൊടുക്കട്ടെ എൻ്റെ ചുക്കുടൂണ്. കണ്ണന് ഇടയ്ക്കിടയ്ക്ക് പനിയുണ്ട് കേട്ടോ. ഇപ്പം 2 ദിവസം മുന്നേ ഡോക്ടറെ കാണിച്ച് ഞാൻ അമ്മ ഡോക്ടറെ അടുത്ത് കൊണ്ടുവന്നൊക്കെ പറഞ്ഞില്ലേ. അപ്പം അന്ന് 2 ദിവസം പനിക്കുകയാണെങ്കിൽ കൊണ്ടു ചെല്ലാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബ്ലഡ് ടെസ്റ്റ് ചെയ്യാനായിട്ട് കേട്ടോ. അപ്പം പിന്നെ 2ാമത്തെ ദിവസം പനിച്ചില്ല, അപ്പം പിന്നെ കൊണ്ടുപോയില്ല. അപ്പം ഇനിയിപ്പം നാളെ പാതുവേലിക്ക് കൊണ്ടുപോയിട്ട് ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ രാവിലെ കൊണ്ടുപോയി കൊടുക്കണം. അപ്പം ഡോക്ടർ വരുമ്പോഴേക്ക് റിസൾട്ട് വരും. റിമോട്ട് എടുത്ത് കളിക്കുക. അപ്പോൾ ഡോക്ടർ 1 മണിയൊക്കെ ആകുമ്പോഴേക്ക് വരും. അപ്പോൾ ആ സമയത്ത് നമുക്ക് ടോക്കൺ എടുത്തിട്ട് കാണിക്കണം. എന്ത് പറ്റിയെന്ന് അറിയില്ല, ഇടയ്ക്കിടയ്ക്ക് ഒരു പനി വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഓക്കെ ഗൈസ്, നമുക്ക് താഴെ പോവാം. കാരണം നമുക്ക് താഴെ പോവാം. റിമോട്ട് ഇവിടെ വെക്കുക. നമ്മുടെ കണ്ണട. താങ്ക് യു. പോവാം, താഴെ പോവാം. റിമോട്ട് ഇവിടെ വെച്ചോ. റിമോട്ട് വേണ്ട, നമുക്ക് ഇവിടെ വെച്ചോ. റിമോട്ടിന്റെ അവിടെ കൊണ്ടുവച്ചോ. അങ്ങോട്ട് നോക്കിയേ, അവിടെ കൊണ്ടുവച്ചോ. ഭയങ്കര അനുസരണശീലമുള്ള കുട്ടിയാണ് കേട്ടോ ഞങ്ങള് കുഞ്ഞിച്ചക്കൻ. അവിടെ പില്ലൊക്കെ ഉണ്ട്, വീഴുണ്ട. എത്തുവോ? അയ്യോ, ഇന്നലെ ലഗ്ഗായിരുന്നു. ഇന്നലെ ലഗ്ഗും പിന്നെ വേറൊരു കാര്യം കേൾക്കണം. ഇന്നലെ ഉണ്ടല്ലോ വൈകുന്നേരം എല്ലാവരും കുട്ടികളൊക്കെ വേഗം കിടന്നുറങ്ങി കേട്ടോ. ജിംബുവിനെയും കണ്ണനെയും ഒരുമിച്ച് എടുത്തിട്ടാണ് ഞാൻ കൊടുന്ന് കിടത്തിയത്. എൻ്റെ പൊന്നെ, എൻ്റെ കാലിഞ്ഞു പോയി. അയ്യോ, തേരട്ടയോ അമ്മേ, ഒരു തേരട്ട. കണ്ണാ വാ പോര്. കണ്ണാ വാ, താഴെ പോവാം വാ.
പാമ്പേഴ്സില് കണ്ണൻ പാമ്പേഴ്സിൽ അപ്പിയിട്ട് കഴിച്ചു. കണ്ണൻ്റെ ഒക്കെ രാവിലെ എണീറ്റ് അപ്പടി അപ്പിയിടും. കണ്ണൻ അപ്പിയിട്ടോ? അമ്മേ എന്റെ കാലൊന്നും അനക്കാൻ പറ്റുന്നില്ല. ഇതേ ഒരു കൊതുക് കിടക്കണ കൂടെ. ഇതമ്മയുടെ ഫ്രണ്ട് കണ്ണാ കൊതുക്. എവിടെ കണ്ണാച്ചമ്മയുടെ ഫോൺ എവിടെ? എവിടെ? ഹലോ പറഞ്ഞേ. ഹലോ ഹലോ പറഞ്ഞേ. ഹായ് അമ്മ. അതിന് ഡയൽ ചെയ്യുന്നുണ്ടേ. എന്നാ ഫോണ് കിട്ടാന്നാ അമ്മയുടെ. ഹേ ഗായ്സ്, നമുക്കിന്ന് എവിടെയും പോക്കൊന്നും നടക്കില്ല. നമുക്ക് രാവിലെ ഒന്ന് ഹോസ്പിറ്റലിൽ പോകണം. കണ്ണിന് ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ കൊടുക്കുന്ന കാര്യം എഴുതിയത് ഡോക്ടർ എഴുതിയത് ഇവിടുത്തെ മെഡിക്കൽ സ്റ്റോറിലെ ആൾക്കാർക്ക് മനസ്സിലാവില്ല. അപ്പോൾ അവിടെ തന്നെ പോകണം, അവർ സെയിം ഹോസ്പിറ്റലിലേക്ക്. അപ്പം ഞാനും കണ്ണിനും കൂടെ രാവിലെ ലാബിൽ പോയിട്ട് വരാം. അമ്മ പറയുന്നുണ്ട് മരുന്ന് കൊടുത്തു കഴിഞ്ഞിട്ട് ആണ് അല്ല ടെസ്റ്റ് ചെയ്തിട്ട് മരുന്ന് കൊടുക്കാൻ പറ്റുള്ളൂ എന്ന്. അപ്പം സമയം 7:30 അപ്പം ഞാൻ പോയിട്ട് പോയിട്ട് കണ്ണന് മരുന്നൊക്കെ മരുന്നല്ല ബ്ലഡൊക്കെ ടെസ്റ്റ് ചെയ്തിട്ട് വേഗം വരാം. മക്കൾ എണീക്കണം മുന്നേ വേഗം പോയി കയറിയിട്ട്, അല്ലെങ്കിൽ പിന്നെ എല്ലാവരും കൂടെ പോകും. ബിൻചേട്ടനോട് പറയണ്ട, ഞാൻ വേഗം പോയിട്ട് ഓട്ടോയിൽ തിരിച്ചു വരാം. അപ്പോൾ രാമായണ പാരായണമൊന്നുമില്ല കേട്ടോ. അങ്ങനെ ദേ ഞാൻ വിളക്ക് കൊളുത്തണം എന്നൊക്കെ വിചാരിച്ചൊക്കെ ഇരിക്കുമായിരുന്നു. പിന്നെയാണ് ഞങ്ങൾ ഫൈനലി തീരുമാനിച്ചത് പാതുവെ പോയിട്ട്, അതായത് മനോജ് ഡോക്ടർ ഇവിടെ ഇടയ്ക്കില്ല ഡെയിലി വൈകിട്ട് വരാറുണ്ട് ചെമ്മാപ്പള്ളിയിൽ. പക്ഷേ എന്തെങ്കിലും ഫർദറായിട്ട് എന്തെങ്കിലും കേസൊക്കെ നോക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ പാതുവയ്ക്കാണ് കൊണ്ടുപോകുക. ആളാണ് അവിടെയാണ് ഹോസ്പിറ്റലാണുള്ളത് കേട്ടോ. അപ്പം ഇന്നിപ്പോൾ അങ്ങോട്ട് പോകാനുള്ള പരിപാടിയാണ്. ബ്രോ യൂട്യൂബ് കാണില്ല, യൂട്യൂബ് കിഡ്സ് കാണാപ്പോ. ബ്രോ കണ്ണനെ നല്ല പനിയെ ഡോക്ടറെ അടുത്ത് കൊണ്ടുപോയിട്ട് വരാം കേട്ടോ. അപ്പം അതുപോലെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ കൊടുത്തിട്ട് വരാം. ഗുഡ് ഗേൾ. വരുമ്പോ അമ്മ കണ്ണന്റെ റിസൾട്ട് കൊണ്ടുവരും. വാ. ഫോണുള്ളത് കൊണ്ട് അപ്പൊന്നും വരുന്നില്ല. എൻ്റെ അമ്മയുടെ കാല്. ഓക്കെ, അപ്പൊ നമുക്ക് പോവാം. എനിക്ക് ടാറ്റ കൊടുത്തേ അമ്മ. ഇതേ ടാറ്റ. ടവൽ ടാറ്റയാണ്. മൈ ഗോഡ്, എൻ്റെ വിളക്ക്. എൻ്റെ പൊന്നിനിപ്പോ ഷൂജി വരുമല്ലോ. അച്ചോ, എൻ്റെ കുട്ടിയുടെ ആദ്യത്തെ ബ്ലഡ് ടെസ്റ്റ് ആണ്. മനോജ് ഡോക്ടറെ കാണിച്ചിരുന്നതാണ്. ഒരു 10 മിനിറ്റ് വെയിറ്റ് ചെയ്യും. എന്താ ശരി ശരി. അതേ മരുന്ന് കൊടുക്കാനായിട്ട് പറ്റുമോ? അതായത് ബ്ലഡ് ഒക്കെ എടുക്കണ മുന്നേ ആണെങ്കിലും കുഴപ്പമില്ല കൊടുക്കാം അല്ലേ? എവിടെയത് എന്റെ കുഞ്ഞിനെ ഷൂജും കിട്ടില്ല. അമ്മയുടെ രാമായണം കഴിഞ്ഞു, പാരായണം കഴിഞ്ഞു. നമ്മന്ന് വൈകുന്നേരം വായിക്കും. 9 മണിക്കല്ല അപ്ലോഡ് ചെയ്യുക. അപ്പൊ ഞാൻ വൈകുന്നേരം രാമായണം വായിക്കും. 6 മണി കഴിഞ്ഞിട്ട് വായിക്കണ്ടേ. 5 മിനിറ്റ് കഴിഞ്ഞിട്ട് സ്റ്റാഫ് എത്തുള്ളൂ അല്ലേ ചേച്ചാ? ചേച്ചാ കുത്തട്ടെന്ന് പറഞ്ഞ അറിയൂട്ടോ. ഇല്ല, അവനിങ്ങനെ ഓരോന്നൊക്കെ പറഞ്ഞ കറക്റ്റ് അറിയും. ഒരു കടി തട്ടേന്ന് പറഞ്ഞ ഓടും അവൻ. അയ്യോ, കണ്ടാ പണി. എന്തിനാ പെട്ടത്? ടവല് താഴെ പോയില്ലേ? അയ്യോ അയ്യോ, അമ്മ എടുക്കാം.
കയ്യല്ല നല്ല സെറ്റാ പൊളിക്കും. അയ്യോ കണ്ടാത്തോ തെത്തോ. നല്ല സുഖം. നോക്കി കവർ നോക്കി. ഹായ് കണ്ടോ? ഹായ് നല്ല കവറാണല്ലോ. കഴിഞ്ഞോ? എനിക്ക് ശരിക്കും ഈ വീഡിയോ കാണുമ്പം എൻ്റെ ഫേസ് കണ്ടാൽ മനസ്സിലാവും ഞാൻ ഭയങ്കര എനിക്ക് സത്യത്തിൽ തല കറങ്ങണ പോലത്തെ ഫീൽ ആയിരുന്നു കേട്ടോ. കണ്ണിന് ശരിക്കും ഞാൻ ആ കവറ് സിറിഞ്ചിൻ്റെ കവറിന്ന് സൗണ്ട് ഉണ്ടാക്കിയപ്പോൾ ആൾ ഓക്കെ ആയി കേട്ടോ. പക്ഷെ എനിക്കൊരു തല കറങ്ങുന്ന പോലത്തെ ഒരു ഫീൽ ആയിരുന്നു. അത് പ്രത്യേകിച്ച് അമ്മമാർക്ക് എല്ലാവർക്കും അങ്ങനെ തന്നെ ആയിരിക്കും അല്ലേ. അവരെക്കാളും കൂടുതൽ നമുക്കായിരിക്കും സങ്കടം അല്ലേ. കാരണം കുഞ്ഞു കുട്ടികളൊക്കെ ആകുമ്പോൾ ഈ വാക്സിനേഷൻ്റെ സമയത്താണ് നമുക്ക് ഏറ്റവും കൂടുതൽ ഫീൽ ആവുക അല്ലേ. ഇപ്പോൾ പിന്നെ അവർക്ക് അങ്ങനെ ഒരു പനി മാത്രമൊക്കെയല്ലേ വരാറുള്ളൂ. പിന്നെ വലിയ കുഴപ്പമില്ല, വരാതിരിക്കട്ടെ അല്ലേ. അപ്പോൾ ഇങ്ങനെയൊക്കെയായിരുന്നു നമ്മുടെ ഹോസ്പിറ്റൽ വിശേഷങ്ങൾ. അപ്പോൾ ഓക്കെ, നമുക്ക് നാളെ രാവിലെ അമ്പലത്തിൽ പോക്കൊന്നും നടക്കില്ല ഗൈസ്. കാരണം നാളെ നമ്മൾ കുഞ്ഞിക്കണ്ണനെ ഡോക്ടറെ അടുത്തേക്ക് കൊണ്ടുവരണം. അമ്മേ ഓക്കെ ബൈ. വീട്ടിലേക്ക് പോട്ടെട്ടോ. അത് ഞാൻ വീട്ടിലെത്തിയിട്ട് വേഗം തന്നെ കുളിക്കാൻ പോയി. കണ്ണൻ വരണ വഴിക്ക് നല്ല ഉറക്കമായിട്ടോ. അപ്പം ഞാൻ തൊട്ടിൽ കിടത്തി. ഗൈസ് ഞാൻ വേറെ കാര്യം പറഞ്ഞു. ഞാനിപ്പോൾ ഒരു 2 ദിവസമായിട്ടുള്ളൂ രാവിലെ വിളക്ക് കൊടുത്തെന്ന് പറഞ്ഞിട്ട്. വൈകുന്നേരം ഞാൻ മിക്കതും വിളക്ക് കൊടുത്താറുണ്ട്. പിന്നെ എന്തെങ്കിലുമൊക്കെ തിരക്ക് വരുന്ന സമയത്ത് പറഞ്ഞിട്ട് കാര്യമില്ല, ഞാൻ മാത്രമാണ് ഇനീഷ്യേറ്റീവ് എടുത്തിട്ട് വിളക്ക് കൊടുത്തത് കേട്ടോ. വീട്ടിൽ അമ്മയൊന്നും അങ്ങനെ കൂടുതൽ ഇനീഷ്യേറ്റീവ് എടുക്കാറില്ല. അപ്പം എന്തെങ്കിലും തിരക്ക് വരുന്ന സമയത്ത് ഞാൻ അങ്ങ് വിടും. ബട്ട് എല്ലാ ദിവസവും ഞാൻ വിളക്ക് കൊളുത്താൻ ശ്രമിക്കാറുണ്ട്. അപ്പോൾ നമ്മളെന്നും ഇങ്ങനെ കൊളുത്തിയിട്ട് ശരിക്കും പറയുകയാണെങ്കിൽ അത് കൊളുത്താതിരിക്കുമ്പോൾ ഭയങ്കര ഒരു ഇതാട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു വൈകിട്ട് കൊളുത്താമെന്നാണ് വിചാരിച്ചത്. പക്ഷേ ഞാൻ രാവിലെ പിന്നെ വിളക്കൊക്കെ കൊളുത്തി നാമം ചൊല്ലി, ജസ്റ്റ് ഒന്ന് 2-3 നാമം ചൊല്ലി. പക്ഷെ അതൊരു രസം തന്നെയാണ് കേട്ടോ. അത് ചെയ്യുമ്പോഴേ അതിൻ്റെ ഒരു ഫീല് മനസ്സിലാവുള്ളൂ കേട്ടോ. നല്ല കുട്ടിയാണ് നീ. എന്നെ വീട് എൻ്റെ കാലം നല്ല ലെഗായിരുന്നു ജിമ്മിൽ നടക്ക്. ഗൈസ് നമ്മളിപ്പോ കാണാൻ പോകുന്നത് ജിംബു അപ്പും കൂടെ റൂം ക്ലീൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. സർപ്രൈസ്ലി നിനക്ക് കണ്ണടച്ച ഫുള്ള് സ്റ്റെപ്പ് ഒന്നും നമുക്ക് കാണാതെ പോരാൻ പറ്റില്ല. ഓക്കെ വന്നോലു. ബെഡ് സൂപ്പർ. ബാക്കി പിന്നെ അടിച്ചു വരല നടക്കില്ല. അയ്യടാ ഇത് ആരുടെ ഐഡിയ ആണത്? താങ്ക്സ് ഗേൾസ്. അതെ അപ്പൊ ജിംബു ചെയ്യണൊക്കെ കണ്ട് പഠിക്കും. എന്നിട്ട് അപ്പൊ വലുതാവുമ്പോ അപ്പൊ ചെയ്യും. അച്ചടാ കണ്ണ ഒന്നും കൂടി കിണറ് ചാടുവോ? ഇവിടെ മുന്നത്തെ പോലെ ടി വി ഉണ്ടായിരുന്നെങ്കിൽ അടിപൊളിയാനല്ലേ. ആദ്യം ഞങ്ങൾ ഇവിടെ റൂമിൽ ടി വി ഉണ്ടായിരുന്നു. ഒരു ടി വി ഇപ്പം ഓഫീസിൽ കൊണ്ടുപോയത് കൊണ്ട് നമുക്കിപ്പോ താഴെ മാത്രമേ ഉള്ളൂ. മറ്റേത് ഇവിടെ ചില്ലിങ് റൂമായിരുന്നു ഇവിടെ. ഇനി മിക്കവാറും സെറ്റാവും. പാവം അതിന്റെ താഴെ എടുത്ത ചുമ്പ അതിന് കുലുക്കല്ല കേട്ടോ. അയ്യോ ഇപ്പൊ ഛർദിയൊക്കെ പോയില്ലേ? കുറച്ച് നേരം മുന്നേ എന്റെ മോൾക്ക് ഭയങ്കര വേദനയായിരുന്നു. കണ്ടോ ഞാൻ ബെൽറ്റ് ഒക്കെ ഇട്ടിട്ടുണ്ടെന്ന്. കാരണം എന്റെ കോച്ച് പറഞ്ഞു ഇൻഷേപ്പ് ഞാൻ ജിംബുവിന് ഡെലിവറി കഴിഞ്ഞ സമയത്താണ് അമ്മ ഇൻഷേപ്പ് വാങ്ങിച്ചത്. എത്ര വർഷമായി?
കുറെ വർഷമായി. അപ്പൊ ആ സമയത്ത് വാങ്ങിച്ചതാ. അപ്പൊ അത് കോച്ച് പറയായിരുന്നു, നമ്മള് വയറിങ്ങനെ ചുരുങ്ങുന്നതിനനുസരിച്ചിട്ട് ശരിക്കും ഇത് ഇടണമില്ല എന്നുണ്ടെങ്കിൽ സ്കിന്ന് ഭയങ്കരമായിട്ട് ചുളിയുന്നോ അങ്ങനത്തെ പറയുന്നുണ്ട്. കറക്റ്റ് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ റിപ്ലൈ ചോദിച്ചിട്ട് പറയാം. അപ്പം അങ്ങനെയാണ്. അയ്യോ പറഞ്ഞത് ഞാനിത് ഭക്ഷണം കഴിച്ചിട്ടല്ല, ഞാനിത് കുളി കഴിഞ്ഞ് വന്ന് കണ്ണനൊന്ന് പാല് കൊടുത്തു കഴിഞ്ഞപ്പോഴേക്കും ഇത് പിള്ളേരൊക്കെ ഞാൻ കുളിപ്പിച്ചു കേട്ടോ. കാരണം മറ്റേത് രാവിലെ ഒരു സ്കൂളിൽ പോകുമല്ലോ. അപ്പം ഇന്നിപ്പോൾ ഞാൻ എല്ലാവരും കുളിപ്പിച്ച് മുക്കുറ്റി ചന്ദനമൊക്കെ ഇട്ട് കൊടുത്തവരൊക്കെ ഹാപ്പിയായി. ഇനി ഇതേ കുറേ തുണികൾ മടക്കാണ്ട് എനിക്കിതേ കണ്ണൻ ഉറങ്ങി കേട്ടോ. പിന്നെ ഇത് ഞാൻ കാണിച്ചു തരുവാണ് എന്തോരം തുണി മടക്കുക. കാരണം ഷീബേച്ചിക്ക് നേരത്തെ പോകണം. പിന്നെ എനിക്കാണെങ്കിൽ കുറേ തുണി മടക്കാനുണ്ട്. ആകെ കിടക്കുമ്പോൾ എനിക്ക് ആകെ ടെൻഷനാണ് കേട്ടോ. അപ്പോൾ അപ്പു ഇതേ കുഞ്ഞു തുണികളൊക്കെ അപ്പു മടക്കി തരുന്നുണ്ട്. പിന്നെ ജിംബു അവിടെ ഇരുന്ന് പഠിക്കുന്നുണ്ട്. ആൾക്കിത് നാളെ തൊട്ട് എക്സാമാണ്. പക്ഷെ നാളെ ക്ലാസ് ഇല്ലല്ലോ അല്ലേ. അപ്പം മറ്റന്നാൾ തൊട്ടാണ് കേട്ടോ ആൾക്ക് എക്സാം വരുന്നത്. അപ്പോൾ ആൾ നല്ല പഠിത്തത്തിലാണ്. കാരണം ആൾക്ക് ഒരു വിഷയം ഭയങ്കരമായിട്ട് പിന്നാക്കാണ്, സയൻസ്. അപ്പം അത് പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. കണ്ണൻ നല്ല ഉറക്കം ഉറങ്ങണം കേട്ടോ. ഞാൻ ഈ തുണികളൊക്കെ എടുത്തു വെച്ചപ്പോഴും ആൾ എണീച്ചിട്ടില്ല. എത്ര നേരം ഉണ്ടായിരുന്നറിയോ മടക്കാൻ, കുറേ മടക്കാനുണ്ടായിരുന്നു. അതുവരെ തന്നെ മോളും പഠിച്ചുകൊണ്ടിരിക്കണം കേട്ടോ. പാവം പഠിക്കട്ടെ, ഇച്ചിരി നേരം പഠിക്കുള്ളൂ. പിന്നെ വിൻചേട്ടൻ എവിടെയോ പോയിരിക്കുകയായിരുന്നു. വിൻചേട്ടൻ വരുന്നവരെ പഠിച്ചോളാം എന്ന് പറഞ്ഞിട്ടാണ് ഇരുത്തിയത് കേട്ടോ. അപ്പോൾ പിന്നെ ആ ഒരു ഇതിന് ആളും പഠിക്കുകയാണ്. വിനിച്ചേട്ടൻ്റെ കാർ പാർക്കിങ്ങിനും ഡ്രൈവിങ്ങിനൊക്കെ വെച്ചിട്ടും പറയാം, കണ്ണ് തട്ടാതിരിക്കട്ടെ. വിൻചേട്ടൻ നന്നായിട്ട് ഡ്രൈവ് ചെയ്യും കേട്ടോ. നല്ല സ്മൂത്തായിട്ട് ഡ്രൈവ് ചെയ്യുന്ന ഒരാളാണ്. പ്രത്യേകിച്ച് അതാണ് ഒരു മാറ്റർ. അതാണ് സെക്കൻഡ് തിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മുറ്റം ഭയങ്കര കുറവാണ്. പക്ഷെ നമ്മൾ ഈ വീട്ടിലുണ്ടല്ലോ മുറ്റത്ത് 3 കാർ ഇടും കേട്ടോ. കാരണം അത്രയും സ്പേസ് കറക്റ്റായിട്ട് വിൻചേട്ടൻ ഇടും. നിങ്ങളെ വീട്ടിലും അങ്ങനത്തെ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ. ഇപ്പം അത്രയും സ്പേസ് കുറവെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും സ്പേസ് കുറവാണ്. എങ്കിൽ പോലും 3 വണ്ടികൾ ഇങ്ങനെ അട്ടിയായിട്ട് വിൻചേട്ടൻ ഇടും. അത് വിൻചേട്ടൻ്റെ പ്രത്യേക ഒരു കഴിവാണ്. ഇത് മുട്ടിയില്ല എന്നുള്ള രീതിയിൽ അതിനാണ് എന്നോട് ഫ്രണ്ടിലേക്ക് വന്ന് നിൽക്കാൻ പറഞ്ഞത് കേട്ടോ, ഒന്ന് നോക്കാനായിട്ട്. കാരണം നമ്മൾ പാലിയോൻ്റെ പിന്നെ എയർ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എയർ അടിക്കാൻ വേണ്ടിയിട്ടാണ് മറ്റേ ജാഗോട് 10 ഇട്ടത് കേട്ടോ. പക്ഷെ എന്തെന്നറിയോ, അത്രയും നീറ്റായിട്ടാണ്, തൊട്ടില്ല എന്നുള്ള രീതിയിലാണ് കേട്ടോ ആളിട്ടിരുന്നത്. അങ്ങനെ കണ്ണൻ എന്താണെന്നറിയില്ല. കണ്ണൻ എനിക്ക് തോന്നുന്നു ഷീബേച്ചി പോയപ്പോൾ 2 മണിയായിരുന്നു. എനിക്കൊരു 12 മണിയെങ്ങാണ്ടായപ്പോൾ അവൻ കിടന്നതാണ് കേട്ടോ. പിന്നെ എണീച്ചിട്ടേ ഇല്ല. ഇടയ്ക്ക് പാല് കുടിക്കാൻ എണീക്കും, വീണ്ടും ഉറങ്ങും. അങ്ങനെയായിരുന്നു കേട്ടോ. പക്ഷെ ഞാൻ അതിനിടയ്ക്ക് ഇത് ജിംബുവിനെ പഠിപ്പിച്ചു, അതിനിടയ്ക്ക് ഇത് ആൾ എണീറ്റു, പിന്നെ പാല് കൊടുക്കണു. പക്ഷേ ഞാൻ ഇതിൻ്റെ അടുത്ത വീഡിയോയിൽ കാണിക്കുന്നുണ്ട്, അത്രമാത്രം ക്ഷീണിച്ചുറങ്ങുന്ന കേട്ടോ കുട്ടി. എനിക്കറിയില്ല ഇങ്ങനെ ഞാൻ ജനിച്ചതിന് ശേഷം ഇത്രയും ശനി ഞായർ പ്രത്യേകിച്ച് ഈ കൊച്ചിങ്ങനെ കിടന്നുറങ്ങണത് ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. കാരണം ചേച്ചിമാരുണ്ടെങ്കിൽ ഇങ്ങനെ കിടന്ന് ഉറങ്ങാറേ ഇല്ല കേട്ടോ. ഗൈസ് 4 മണിയായിട്ടോ. നമ്മളെ കണ്ണൻ നോക്കി സ്റ്റിൽ ഉറക്കാണ്. ഞാനാണെങ്കിൽ ഫുഡ് കഴിച്ചിട്ടേ ഇല്ല ഇതുവരെ. അപ്പം അമ്മ നട ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാനൊരു അട കഴിച്ചു, അല്ലാതെ ചോറ് കഴിക്കാനുള്ള ഗ്യാപ്പില്ല. നല്ല കിടത്തവൻ. എന്താ അറിയില്ല, എനിക്ക് തോന്നുന്നു ജനിച്ചു കഴിഞ്ഞിട്ട് ആദ്യമായിട്ടാ ചേച്ചിമാരൊക്കെ ഉള്ള സാറ്റർഡേസ് സൺഡേസൊക്കെ ഇങ്ങനെ കിടന്നുറങ്ങണേ. അല്ലെങ്കിൽ നിങ്ങളൊന്നും ഉറങ്ങാറില്ല കേട്ടോ. അല്ലെങ്കിൽ നിങ്ങൾക്കൊന്നും ഉറങ്ങാറില്ല. പാവം, നല്ല ക്ഷീണമായി തോന്നുന്നുണ്ട്. ഞാൻ എന്തായാലും ഒപ്പം കിടക്കട്ടെ കേട്ടോ. എനിക്ക് നല്ല ഉറക്കമൊക്കെ വരുന്നുണ്ട്. ശരിക്കും പാല് കുടിക്കല് സമയത്ത് നമ്മുടെ അമ്മമാർക്ക് നല്ല റെസ്റ്റ് കിട്ടൂല്ലേ. മാക്സിമം എൻജോയ് ചെയ്യട്ടെ. പക്ഷെ എനിക്ക് വിശക്കുന്നുണ്ട്. ഇനി വൈകുന്നേരം ഉണ്ടല്ലോ, നമുക്ക് വിളക്ക് കൊളുത്തണം, നാമം ചൊല്ലണം വിത്ത് കുട്ടികൾ. അയ്യോ നല്ല രസമായിരിക്കും. തല്ലാവോ എന്താ നമുക്ക് നോക്കി കാണാം കേട്ടോ. അപ്പൊ ഞാൻ ഉറങ്ങിയിട്ട് വരാം. എത്ര നേരമായി അമ്മ പിന്നെ കിടന്നു ഉറങ്ങണത്? പൊളിച്ചണ്ടടാ പിന്നെ കണ്ണപ്പ കണ്ണ കണ്ണ കണ്ണൻ എനിക്കില്ലേ, ക്ഷീണിച്ച് കിടക്കണേ. കണ്ണ കണ്ണോ, അപ്പു ചേച്ചി വിളിക്കണ്ടല്ലോ, ജിമ്പു ചേച്ചി വെച്ചിട്ടുണ്ടല്ലോ മറ്റു പൊന്നിനെ കളിച്ചേ. എനിക്കില്ലേ, കാലത്ത് നേരത്തോടെ പോണം.
ആർട്ടിസ്റ്റാട്ടാ. Sapu. ഇതെങ്ങനെ ക്ലേ മോഡൽ Orange. Orange. Amma. എന്റെ അപ്പുണ്ടാക്കിയേ Amma orange. Eh? കണ്ണനെന്തേലും കൊടുക്കോ? Duck. അമ്മക്ക് അച്ഛക്ക് ഇത് കണ്ണാ? ഇഷ്ടായേ? എന്റെ കണ്ണാത്തു അച്ഛാ! ഒച്ചല്ല കുട്ടികൾക്ക് വെച്ചിട്ട് അച്ഛക്ക് ഇത് ഏതാ ഇഷ്ടായേ? ചെറിയ അങ്ങോട്ട് നോക്ക് ഇങ്ങോട്ട് നോക്ക് ഞാൻ ഒരു കാർ ഉണ്ടാക്കി തരും. സങ്കട സ്മോക്ക് ഒന്നും ഉണ്ടാക്കി അച്ഛൻ എംബളം ഉണ്ടാക്കി തരാം. ഇങ്ങോട്ട് നോക്ക് സങ്കടത്തിലാണ് ഇവിടെ ഒച്ചടാ. ഇത് പെട്ടെന്ന് ഇത് ഊരണം, ഇല്ലെങ്കിൽ തോന്നാം. അതാണ് അച്ഛന് മുത്തിനാരെ പറഞ്ഞ അവളാ വിഷമായോ? മുച്ച് മുച്ച് ഞാനും ജിമ്പോ നാളെ ചിരിച്ചിട്ട് എന്താണ് ഞാൻ ജിമ്പോട് മുച്ച് ജിമ്പോ മുച്ച് എന്ത് അച്ഛക്കില്ല അപ്പൊ കൂടുമ്പോ മുച്ച് ഞാൻ എന്നിട്ട് ഞാൻ ഇങ്ങനെ വീഡിയോ എടുക്കാൻ പറയാം ഹായ് കുട്ടികൾ പാടിക്കുമ്പോ കിടക്കുമ്പോ നല്ല രസം കിടന്നു കിടന്ന് എനിക്ക് മതിയായി കേട്ടോ നോക്കട്ടെ മുച്ച് മുച്ച് ഇത് താറാവിന്റെ കുട്ടി ചോദിക്കട്ടെ ഇത് അപ്പുണ്ടാക്കിയതാണോ സത്യായിട്ട് അമ്പോ താറാവിന്റെ കൊക്കാണ് കറക്റ്റ് കളറ് ഇത് ഇതെന്താ തേരട്ട ഇത് തേരട്ടയാണോ ഇതെന്താ ഇതില്ലേ നമ്മള് ഇങ്ങനെ നടന്നു പോയില്ലേ വെള്ളത്തെ കുടിക്കെ, അപ്പൊ നമ്മള് സാക്കൊക്കെ ഉണ്ടാവുന്ന വെള്ളല്ലേ, സർഫ് ചെയ്യണതോ സാക്കൊക്കെ ഉണ്ടാവുന്ന വെള്ളല്ലേ, നമ്മള് ബോട്ടിലല്ലോ പോകണേ. പിന്നെ ഈ ലോകത്തെ സാക്ക് ഉണ്ടാവുമ്പോ നമ്മള് കടലില് അങ്ങനത്തെ ബോട്ടാണോ അത്? സർഫ് ചെയ്യണതാണോ? അപ്പോ തന്നെ സർഫ് ചെയ്യണതാണോ? ബോട്ട് നിന്ന് പോണത്. നിന്ന് പോണതാണോ? ഷാർക്കൊക്കെ ഉള്ള പിന്നെ കടലില് ഇങ്ങനെ നിന്ന് പോണ സാധനം അതല്ലേ സർഫ് എന്നല്ല പറയാ? മറ്റേ ഉണ്ണിപ്പുണ്ടി വെട്ടി ഉണ്ടാക്കുന്നത് അതിന് ഉണ്ണിപ്പുണ്ടികളുടെ അത് ചങ്ങാടം ചങ്ങാടം അല്ലേ? ചങ്ങാടല്ലേ? പാലം. ഓ ബ്രിഡ്ജ്. നിങ്ങൾക്ക് തൃപ്രയാർ അമ്പലത്തിന്റെ അവിടുത്തെ പാലം കടലിന്റെ ഇങ്ങനെ എടുക്കില്ലേ ബ്രിഡ്ജ് ഇങ്ങനെ കൊറേ അതാണോ? ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ്. ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് അല്ലേ? ഇതെന്താ തേരട്ട ഇതോ അത് ചപ്പാത്തി. ചപ്പാത്തി ആയിരുന്നോ? സമയം എത്രയായി? 5:30 മണി. ഇത് കുറച്ച് കൂടുതൽ സുഖം കൂടിപ്പോയി കിടന്നത് എനിക്ക് മതിയായി കേട്ടോ. ബ്രോ നാളെ ജിമ്പോന് ക്ലാസ് ഇല്ലേ? അപ്പോനും കാണണ്ടേ നമുക്ക്? അങ്ങനെ ഗൈസ് ഞാനത് എൻ്റെ ഇന്നർ ഷേപ്പൊക്കെ അഴിച്ചിട്ടിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഭക്ഷണം കഴിക്കുമ്പോൾ അത് ഇടാൻ പറ്റില്ല എന്നുള്ളത്. കാരണം ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഇട്ട് കഴിഞ്ഞാൽ എന്തോ ഒരു പോലത്തെ ഫീലാണ് കേട്ടോ. അപ്പോൾ ഞാൻ അതൊക്കെ മടക്കി വെച്ച് റെഡി ആവുകയാണ്. പക്ഷേ കുറേ കഴിഞ്ഞ് നോക്കിയപ്പോഴാണ് ഞാൻ നോക്കിയത് ഇത് ക്യാമറ ഓഫ് ചെയ്തിട്ടില്ലേ. കാരണം ചില സമയത്ത് ഞാൻ അങ്ങനെയാണ് കേട്ടോ. അങ്ങനെ ഇട്ടങ്ങ് പോകും. പിന്നെയാണ് കുറേ നേരം കഴിഞ്ഞിട്ട് വന്ന് നോക്കുക കേട്ടോ. അമ്മ ഒരു കാര്യം ചെയ്യും, അമ്മ അവനെ കഴിക്കാൻ കൊടുക്കുക, ഞാനൊന്ന് ഫുഡ് കഴിക്കട്ടെ. എന്താ എനിക്ക് മൂളാനൊരു വിഷമം? മൂളാനെന്തൊരു വിഷമം? ഞാൻ ഫുഡ് കഴിക്കണ സമയത്ത് കണ്ണന് വിശക്കുന്നുണ്ട്, വിൻചേട്ടന് വിശക്കുന്നുണ്ട്. അപ്പോൾ കണ്ണന് അമ്മ ഓൾറെഡി അടിക്കണ മുന്നേ കഞ്ഞിയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഗൈസ് എൻ്റെ മസിൽ നോക്കിയത് കേട്ടോ. എൻ്റെ കൈ ഇങ്ങനെ പൊക്കി വെച്ചപ്പോൾ എനിക്ക് മസിലൊക്കെ ഉള്ളതുപോലെ ഒന്നും ആയിട്ടില്ല. വീണ്ടും ഇങ്ങനെ തിരിച്ച് ഒക്കെ പോയി. അങ്ങനെ വിൻചേട്ടന് ഞാൻ കുറച്ച് നട്ട്സാണ് എടുത്ത് കൊടുക്കുന്നത് കേട്ടോ. പീനട്ടും പിന്നെ കുറച്ച് പംകിൻ സീഡ്സ്, സൺഫ്ലവർ സീഡ്, പിന്നെ എന്തായിരുന്നു രണ്ട് മൂന്ന് നല്ല ബദാം, അതൊക്കെയാണ്. കണ്ണന് ഇച്ചിരി പൊടിയരി കഞ്ഞി, ഇച്ചിരി ഉപ്പിട്ട് അവിയലിൻ്റെ കുറച്ച് കഷ്ണങ്ങളുണ്ട്, അതാട്ടോ കഴിക്കുന്നത്. പിന്നെ ഞാനിന്ന് ചോറ്, അവിയൽ, ഒരു കഷ്ണം പപ്പടം, അതാണ് കേട്ടോ.
അവിയൽ നല്ല രസം കേട്ടോ. ജിംബ അവിയലും ഒരു മീൻ വറുത്തതും. പിന്നെ ഉണ്ടല്ലോ വൈകുന്നേരം അന്ന് ഞങ്ങള് നമ്മളെ ബെറി ആപ്പിളോ എന്ത് പറഞ്ഞിട്ടൊരു സാധനമുണ്ട്. എൻ്റെ പൊന്നോ ജോഷേട്ടൻ്റെ ആണ് നമ്മുടെ ഇല്ലിട്ടത്. പക്ഷെ ആള് പറിച്ചോന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾക്ക് അനുവാദം തന്നിട്ടുണ്ട്. നിറയെ പഴുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. കുട്ടികളൊക്കെ ഇത് ഭയങ്കര ഇഷ്ടമായിട്ടോ അവർക്ക് എല്ലാവർക്കും. ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാണ്. അപ്പം എന്നാൽ അത് പറിക്കലായിരുന്നു. കുറേ ഇരുന്ന് കഴിച്ചു കേട്ടോ ഞങ്ങളെല്ലാം. കുലുക്കിക്കോ? ആ ഓക്കെ. അങ്ങനെയല്ല തല കുലുക്കുക. ഞാൻ അപ്പൊന്ന് പോയി കുലുക്കിയ തല നിറച്ചു മുള്ളാട്ട ജിമ്പാമ്പല്ലേ. മുള്ളുണ്ടെന്ന് എവിടെന്നാ ഇങ്ങനെ തുടർന്നോടത്തൂടെ മുള്ള. അപ്പൊ ഒന്ന് പോയി കുലുക്കിയ തല. ഞാൻ അപ്പൊ ഒന്ന് പോയി കുലുക്കിട്ട് വാ. കട പിടിച്ച് തല കുലുക്കൂ. ആ പപ്പു കുലുക്കും. റെഡി 1 2 തല കുലുക്ക്. അതന്നെ. ഇത് വേണ? അയ്യോ ഉണ്ട്. ഇതാ പിടിച്ചേ. ഫോൺ പിടിച്ചോട്ടോ. കുറച്ച് നീക്കി പിടിച്ചോ. ഇതമ്മ ഞാൻ തരാം തരാം. അമ്മ കുളിക്കാൻ പോവാണ്. വിളക്ക് കൊളുത്താം. വിളക്ക് കൊളുത്താം. ഇന്നത്തെ വിളക്ക് കൊളുത്തൽ പരിപാടികളൊക്കെ ഒന്ന് കണ്ടു നോക്കട്ടോ. ഇതാണ് ഇത് എന്ന് വെച്ച് കഴിഞ്ഞാൽ വെരി നാച്ചുറൽ, വെരി റോ ആയിട്ടുള്ള വീഡിയോ ആണ്. ഇങ്ങനൊരു മ്യൂസിക് ഒന്നും ഇട്ടില്ല. വെരി നാച്ചുറൽ. കണ്ടു നോക്കിയിട്ട് പറയണം കേട്ടോ എങ്ങനെയുണ്ട്. അപ്പൊ നീങ്ങി നിൽക്കും. എന്റെ ഫ്രെയിം ആണത്. അപ്പോ രാമ രാമ ശ്രീരാഘവാത്മാ രാമ ശ്രീരാമ രമാപദേ ശ്രീരാമ രമണീയ വിഗ്രഹ നമോസ്തുതേ നാരായണായ നമോ നാരായണായ. ആ കണ്ണാത്തോ ബ്രോ വനെടുക്ക. ഞാൻ അത് നാമം ചൊല്ലട്ടെ. ചെല്ലാ ചെറുപ്പം പോക്കാം. നാരായണായ എവിടെ അമ്മയുടെ ഞാൻ നമ്മുടെ മടിയിലിരിക്കണേ. ഇതൊക്കെ തല്ല് പോണില്ല. രണ്ടാൾക്കും ഒരുമിച്ചിരുന്നൂടെ. എന്റെ പൊന്നേ. ഈ ഒരു സൈഡ് ഇവിടെ. ഒരു കാലി പറയുന്ന കേക്ക് എന്നെ പറ്റണില്ല. ഒതുങ്ങിയിരുന്നോളാണ്ട് കേട്ടാ. ഇല്ലെങ്കിൽ ഞാൻ പേണങ്ങോ. ഞാനും മിണ്ടില്ലേ രണ്ടാളോളും. അത് ഇട്ടമ്മ. താങ്ക്സ്. ഇപ്പുറത്തെ ഇടമ്മ. ജിംബു വിളക്ക് തൊടല്ലേ, കളിക്കല്ലേ. തങ്ങൾ തോറും സൽഭാവം കൊണ്ടു ചാടി മോഹിച്ചിടുന്നു. അത് ഇന്നലെ നെഗായിരുന്നു. അത് അത്ര ബുദ്ധിമുട്ട്. ഭക്തിഹീനന്മാർക്ക് 100,000 ജന്മം കൊണ്ടും സിദ്ധിക്കയില്ല. പഠിക്കാതിരിക്കേട്ടാ. ഹായ് എന്റെ അമ്മേ. ഇവരപ്പം നാമജലില് ഭയങ്കര കോമഡിയാ. ഓന്റെ അടുക്കളയിൽ കൊണ്ടുവച്ചോളൂ. അടുക്കളയില്
അങ്ങനെ ഞാൻ രാമായണൊക്കെ ദേ ലോക്കറിലാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. കാരണം നമുക്ക് പൂജാ റൂം എന്ന് പറഞ്ഞ സംഭവം ഇല്ലാത്തത് കൊണ്ടാണ് കേട്ടോ അവിടെ വെച്ചിരിക്കുന്നത്. കാരണം പിന്നെ എവിടെയെങ്കിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ മക്കളെടുക്കും. മക്കൾ പ്രത്യേകിച്ച് അപ്പു. അപ്പോൾ ഇന്നിപ്പം ഞാൻ ഡിന്നർ ഉണ്ടാക്കുന്നത് ചപ്പാത്തിയും പനീർ കറിയാണ്. അപ്പം മസാലയൊക്കെ ഓൾറെഡി ഇങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട്. മീൻസ് സവോള, തക്കാളി, ഇഞ്ചി, വെളുത്തുള്ളി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി ഇട്ടിട്ട് ആക്കിയിട്ട് അരച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഉപ്പിട്ടിട്ട് അരച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു ചട്ടിയിലേക്ക് ബട്ടർ ഒഴിക്കുക. പിന്നെ ഗരം മസാല ഇല്ലാത്തതുകൊണ്ട് ഗരം മസാലയുടെ സാധനങ്ങളൊക്കെ എടുത്തിട്ടിട്ട് ഒന്ന് നന്നായിട്ട് വഴറ്റിയിട്ടുണ്ട്. എന്നിട്ട് അയ്യോ ഇവിടെ എന്താ കുറച്ച് ലാഗ് വന്നല്ലേ, കുഴപ്പമില്ല. എന്നിട്ട് എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ അരച്ച് വെച്ചതുണ്ടല്ലോ, അരച്ച് വെച്ചതല്ല, അതിന് മുന്നേ കുറച്ച് കാശ്മീരി ചില്ലി, ഒരു മറ്റേതിൽ ഓൾറെഡി ഞാൻ കുറച്ച് എരിവിട്ടത് കൊണ്ട് ഒരു ചെറുതായിട്ടൊരു കളറിന് വേണ്ടിയിട്ട് മാത്രം ഞാൻ കുറച്ച് കാശ്മീരി ചില്ലിയും കൂടെ പൗഡറും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ കുറച്ച് ബട്ടർ പോരായ്മ തോന്നി, കാരണം ബട്ടർ നേരത്തെ ഇട്ടപ്പോൾ ബട്ടറും ഓയിലും കൂടെ ഒരുമിച്ചിടണം കേട്ടോ, അല്ലാന്നുണ്ടെങ്കിൽ നന്നായിട്ട് കരിയും. കുറേ സമയമൊക്കെ എടുക്കുമ്പോൾ ഇത് ഞാൻ കുറച്ച് സമയം എടുത്തതുകൊണ്ട് കരിഞ്ഞിരിക്കുന്നത് കേട്ടോ. അല്ലെങ്കിൽ ബട്ടർ മാത്രം ഇട്ട് കൊടുത്ത് വേഗം ഒന്ന് ഇളക്കി കഴിയുമ്പോൾ കരിയില്ല കേട്ടോ. അല്ലെങ്കിൽ കുറച്ച് ഓയിൽ ഇട്ട് കൊടുത്താൽ മതി. എന്നിട്ട് ഈ അരച്ച് വെച്ച അതിലേക്ക് ഒഴിക്കുക. പിന്നെ മിക്സി ഒന്ന് ജസ്റ്റ് ഒന്ന് വെള്ളം ഒഴിച്ചിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് അതിലേക്ക് ഇടുക, ഒഴിക്കുക. ഗ്രേവി ഒന്ന് അഡ്ജസ്റ്റ് ആവാൻ വേണ്ടി കേട്ടോ. പിന്നെ കുറച്ച് പഞ്ചസാര അത് നോക്കിയിട്ട് ഇട്ടാൽ മതി കേട്ടോ. ഒരു 1/4 ടീസ്പൂൺ പഞ്ചസാര ഇടുക. പിന്നെ കുറച്ച് എന്താ പറയുക, നമ്മൾ കസൂരി മേത്തി ഉണ്ടല്ലോ, അതെടുത്തൊന്ന് ജസ്റ്റ് ഒന്നിങ്ങനെ എൻ്റെ വിരൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഞെരടിയിട്ട് ഇടുക ചെയ്യുക കേട്ടോ. എന്നിട്ട് പനീറാണ് ഇടേണ്ടത് കേട്ടോ. പനീറിൻ്റെ കോമഡി കേൾക്കണം. ഇത് ഞാൻ വീട്ടിലുണ്ടാക്കിയ പനീറാണ്. പക്ഷേ പനീർ ഉണ്ടാക്കുമ്പോൾ നമ്മൾ നന്നായിട്ട് ഇങ്ങനെ കൈ കൊണ്ട് അമർത്തി കൊടുക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ കറക്റ്റ് സ്ട്രക്ചർ കിട്ടില്ല കേട്ടോ, കറക്റ്റ് ഷേപ്പ് കിട്ടില്ല. അപ്പം ഞാൻ ഷീബേച്ചോട് ജസ്റ്റ് ഫ്രിഡ്ജിൽ വെക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അമ്മ ഫ്രീസറിൽ വെച്ചാലാണ് ഷേപ്പ് ആവാന്ന് വെച്ചിട്ട് അമ്മ ഫ്രീസറിൽ വെച്ചു ഗൈസ്. അങ്ങനെ ഞാൻ വെറുതെ കറിയുടെ മേലേക്ക് കുറച്ച് പനീർ അങ്ങ് ഇട്ട് വെച്ചു എന്നല്ലാതെ വേറെ ഒന്നും ചെയ്യാൻ പറ്റിയില്ല. ഇപ്പോൾ കറി റെഡി ആയിട്ടുണ്ട്. ഇനി ഇപ്പം നമുക്ക് പനീർ ഒന്ന് തണുപ്പ് മാറിയിട്ട് ഇതിലേക്ക് ഇട്ടാൽ മാത്രം മതി കേട്ടോ. അപ്പോൾ ഇന്ന് എന്താ അറിയില്ല കേട്ടോ, കണ്ണന് ഒട്ടും വയ്യാത്തതുകൊണ്ടാണ് തോന്നുന്നുണ്ട്. കണ്ണൻ എൻ്റെ അടുത്ത് നിന്ന് പോകുന്നേ ഇല്ല, അമ്മയുടെ കൂടെ ഒന്നും പോകുന്നില്ല കേട്ടോ. അമ്മയ്ക്ക് ഭയങ്കര സങ്കടത്തിലാണ്. അപ്പം ഞാനിപ്പോൾ ഈ വീഡിയോ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് എന്നെ അങ്ങനെ നോക്കി നടക്കണ്ടായിരിക്കും. പക്ഷേ എന്താ ചെയ്യുക, നമുക്ക് നമ്മുടേതായിട്ടുള്ള ഡ്യൂട്ടി നമ്മളൊന്നും ചെയ്യണ്ടേ. എന്നാലും ഞാൻ ഇത്ര നേരം അവൻ്റെ കൂടെ തന്നെ ആയിരുന്നില്ലേ. വയ്യാന്നുണ്ടെങ്കിൽ പിന്നെ ഞാൻ വേറെ കാര്യത്തിലൊക്കെ ഒന്നും പോകാറില്ല കേട്ടോ. എൻ്റെ എന്തോരം പണികളാണ് പെൻഡിങ് എന്നറിയാൻ ഒന്നിനൊന്നും നിന്നിട്ടില്ല. അപ്പോൾ ഇന്നിപ്പം ചപ്പാത്തിയും പനീർ കറിയാണ്. അപ്പോൾ പനീർ ഇപ്പം ഈ കറി റെഡി ആയിട്ടുണ്ടല്ലോ. അപ്പം ഞാൻ പനീർ കുറച്ച് കഴിഞ്ഞപ്പം ഞാൻ എടുത്തിട്ട് പിന്നെ നമ്മൾ ആ ഗ്രേവിയിലേക്ക് ഇട്ട് വെച്ചിട്ടുണ്ട്. കാരണം ചൂടാകുമ്പം അതൊന്ന് സെറ്റ് ആവുമല്ലോ. പിന്നെ ഒന്ന് തിളപ്പിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ കറി റെഡിയാണ്. ഇത് കണ്ടോ, ഇതാണ് ഈ പനീറിൻ്റെ അവസ്ഥ കേട്ടോ. അത്രയും കട്ടയായിട്ടുള്ളതാണ്. അപ്പോൾ അത് ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് ഇങ്ങനെ ആക്കി ചട്ടിയിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇപ്പം ഞാൻ ഉണ്ടാക്കുന്നത് ഫുൽക്കയാണ്. നമ്മൾ നോർമൽ ചപ്പാത്തി ഞാൻ ഇത് ഇന്നലെ പരത്തി വെച്ചതാണ് കേട്ടോ. പരത്തിയിട്ട് അങ്ങനെ ഫ്രിഡ്ജിൽ വയ്ക്കും, ആവശ്യം ഉണ്ടാകുമ്പം അങ്ങ് കുക്ക് ചെയ്യും. ഇതെന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചപ്പാത്തികളിൽ ഇട്ടിട്ട് അപ്പുറം ഇപ്പുറം ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഇപ്പുറത്തെ ഫ്ലെയിമിൽ വെച്ചിട്ട് ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചിടുക. അടിപൊളി ഫുൽക്കയാണ്, നല്ല ടേസ്റ്റാണ്. നമ്മൾ നോർമലി ചപ്പാത്തി ചട്ടിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ടിട്ട് വേവിക്കുന്നതിനേക്കാൾ കൂടുതൽ ടേസ്റ്റാണ്. ശരിക്കും ഇങ്ങനെ ഒരു കരിഞ്ഞ ടൈപ്പൊക്കെ വരുമ്പോൾ പ്രത്യേക ഒരു ടേസ്റ്റാണ്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എപ്പോഴും നോർമൽ ചപ്പാത്തി അല്ലാതെ ഒരു വേറെ സാധനം. കാലം പിടിക്കും, കാലം പിടിക്കും. അവിടെ അങ്ങനല്ലേ അങ്ങനല്ലേ. ഓക്കെ, കൈകുത്ത് അടിപൊളി പനീറാണ്. ബട്ടർ പനീർ. പനീർ ബട്ടർ. അപ്പൊ ഇത് വാ, നമുക്ക് വാ. അച്ഛൻ്റെ കാലം പിടിക്കും. അച്ഛൻ ഓക്കെ ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ നമുക്ക് ഇത്രയേ ഉള്ളൂ. ഇനിയിപ്പോൾ അച്ഛൻ്റെയും മക്കളെയും ജിംനാസ്റ്റിക് പരിപാടികളൊക്കെയാണ്. മക്കളൊക്കെ ജീവിച്ചിരിപ്പുണ്ടെന്നോ എനിക്ക് ഒന്നുപോലും അറിയില്ല, കാരണം അത്രയ്ക്കുള്ള പരിപാടിയാണ് അച്ഛനും മക്കളും കാണിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താ പറയുക, ഇന്നിപ്പോൾ 9 മണിക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റില്ല, കാരണം എൻ്റെ എഡിറ്റിംഗ് ഒന്നും കഴിഞ്ഞിട്ടില്ല. കാരണം മക്കൾക്ക് വയ്യാതെ കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കണ പോലെ ഒന്നും പ്ലാൻ ചെയ്തോളൊന്നും നടക്കില്ല. ആൻഡ് നാളെ ഞാൻ കഴിയണ അനുസരിച്ചിട്ട് അപ്ലോഡ് ചെയ്യും. ആൻഡ് നാളെ രാവിലെ എണീച്ചിട്ട് വിളക്ക് കൊളുത്തി നാമ ചൊല്ലി അമ്പലത്തേക്കൊക്കെ പോകണമെന്നുണ്ട്. ആൻഡ് 11:30ക്കാണ് എന്താ പറയുക ഡോക്ടറെ അടുത്തേക്ക് പോകേണ്ടത്. അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നമുക്ക് നാളെ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. ഞാൻ ഈ പോകുന്നത് വോയിസ് ഓവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ബൈ.